നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഗ്രാമങ്ങളുടെ നേട്ടങ്ങളെ പറ്റിയാണ്. അപ്പൊ ഈ നമ്മുടെ കേരളത്തിലുള്ള ഗ്രാമങ്ങളെ പറ്റി PSC ഒരുപാട് പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. എല്ലാ പരീക്ഷകൾക്കും ഒരു ക്വസ്റ്റ്യൻ ഗ്രാമങ്ങളെ പറ്റി കാണും. അപ്പൊ കോഡിന്റെ രൂപത്തിൽ എളുപ്പത്തിൽ പഠിച്ചാലോ? തുടങ്ങാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇല്ലേ, ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കുവേ. സ്റ്റാർട്ട് ചെയ്യാം. ഗ്രാമങ്ങൾ, നേട്ടങ്ങൾ. ആദ്യത്തെ ഫാക്ട്, വയലാർ. ആലപ്പുഴ ജില്ലയിലെ ഒരു ഗ്രാമമാണ് വയലാർ. കേരളത്തിന്റെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാറാണ്. കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാറാണ്. എങ്ങനെ ഓർക്കാം? ഇത് ഓർക്കാൻ പ്രത്യേകിച്ച് കോഡിന്റെ ഒന്നും ആവശ്യമില്ല. ഈ കയർ, യർ എന്നുള്ളത് തന്നെ ഇവിടെ ഇല്ലേ, യർ, അതൊന്ന് കണ്ടാ പോരെ, കിട്ടുമല്ലോ. അപ്പം വയലാർ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പം യർ, ഇവിടെയും യർ, അത്രേ ഉള്ളൂ. വയലാർ, ആലപ്പുഴ, കയർ ഗ്രാമം. ഇനി മാന്നാർ. ആലപ്പുഴ ജില്ലയിലെ മാന്നാർ കേരളത്തിന്റെ വെങ്കല ഗ്രാമം എന്നറിയപ്പെടുന്നു. കേരളത്തിന്റെ വെങ്കല ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ്? മാന്നാറാണ്. മാന്നാർ മത്തായി സ്പീക്കിംഗ് ഓർത്താ മതി. മാന്നാർ മത്തായി സ്പീക്കിങ്ങില്, മാന്നാർ മത്തായി സ്പീക്കിംഗ് വേണ്ട, നമ്മുടെ ഇന്നച്ചൻ മാന്നാർ മത്തായിയെ ഒരു തേങ്ങ എടുത്ത് എറിയത്തില്ലേ, അപ്പം അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് വീഴത്തില്ലേ, അതൊരു കലമാണ് എടുത്ത് എറിയുന്നതെന്ന് ഓർത്താൽ മതി. ഒരു കലമാണ് എടുത്ത് എറിയുന്നത് എന്ന് ഓർത്താൽ മതി, അദ്ദേഹം വീഴത്തില്ലേ താഴെ. അപ്പൊ മാന്നാറാണ് ആലപ്പുഴ ജില്ലയിലെ വെങ്കലം, കലം, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ വെങ്കല ഗ്രാമം എന്നറിയപ്പെടുന്നത് മാന്നാറാണ്. അടുത്തത് ചന്തിരൂർ. ആലപ്പുഴ സിദ്ധാഗ്രാമം. കേരളത്തിന്റെ സിദ്ധാഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂർ ആണ്. എങ്ങനെ ഓർക്കാം? ചതിക്കാത്ത ചന്തു സിനിമ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിനകത്ത് ചന്തു കഥ പറയാൻ പോകുമ്പോ എല്ലാം ഒരു സിദ്ധന്റെ വേഷം ധരിച്ചാ പോകുന്നത്. സിദ്ധന്റെ വേഷം എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ എന്താണ്, ഒരു ജുബയൊക്കെ ഇട്ടല്ലേ, ഭയങ്കര മെച്യൂരിറ്റി തോന്നാൻ വേണ്ടിയിട്ടുള്ള കണ്ണാടിയൊക്കെ വെച്ച്, കൂശാൻ താടിയൊക്കെ വെച്ചിട്ടല്ലേ പോകുന്നത്. അപ്പം സിദ്ധന്റെ വേഷം ധരിച്ചാണ് ചന്തു പോകുന്നത്. ചതിക്കാത്ത ചന്തു അതിനകത്ത് പോകുന്നത്. പിന്നെ ചന്തിന്ന് അങ്ങനെ ഓർക്കാൻ, ഞാൻ ചന്തി അല്ല, ചന്തു എന്ന് തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തന്നെ ഡയലോഗ് ഇല്ലേ, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ചന്തിരൂർ, ആലപ്പുഴ കേരളത്തിന്റെ സിദ്ധാഗ്രാമം എന്ന് അറിയപ്പെടുന്നു. 3 കിട്ടിയില്ലേ? ഇനി അടുത്തത് മീനങ്ങാടി. മീനങ്ങാടി വയനാട് ജില്ലയിലെ ഗ്രാമമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഗ്രാമമാണ് മീനങ്ങാടി. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഗ്രാമമാണ് മീനങ്ങാടി. എങ്ങനെ ഓർക്കാം? ഇവിടെങ്ങാണം കരിയാക്കിയ മീനയ്ക്ക് നല്ല അടി കിട്ടും എന്ന് ഓർത്താൽ മതി. ഇവിടെങ്ങാണം കരിയാക്കിയാൽ, കരി എന്നുള്ളത് കാർബണിലേക്ക് കണക്ട് ചെയ്യാം. ഇവിടെങ്ങാണം കരിയാക്കിയ മീനയ്ക്ക് നല്ല അടി കിട്ടും. മീനങ്ങാടി, മീനയ്ക്ക് അടി, മീനങ്ങാടി, അത്രേ ഉള്ളൂ. ഇവിടെങ്ങാണം കരിയാക്കിയ മീനയ്ക്ക് നല്ല അടി കിട്ടും എന്ന് ഓർത്താൽ മതി. ഇന്ത്യയിലെ ആദ്യ നാട്ടുമാവ് പൈതൃക ഗ്രാമമാണ് കണ്ണപുരം, കണ്ണൂർ ജില്ല. കണ്ണപുരം, കണ്ണൂർ ജില്ല ഇന്ത്യയിലെ ആദ്യ നാട്ടുമാവ് പൈതൃക ഗ്രാമം. എങ്ങനെ ഓർത്താൽ മതി? നമ്മുടെ RRRലെ പാട്ടില്ലേ, നാട്ട് 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 നാട്ട്, ആ പാട്ടിന് അവാർഡ്സ് കിട്ടുന്നു, ഓസ്കാർ അവാർഡൊക്കെ കിട്ടുമെന്ന് എല്ലാരും കണ്ണു നട്ട് കാത്തിരുന്നിട്ടും കിട്ടി. അപ്പൊ നാട്ടു പാട്ട് എല്ലാരും കണ്ണ് നട്ട് കാത്തിരുന്നു. എല്ലാം കണ്ണയാണ്. കണ്ണൂര്, നാട്ട്, അത്രേ ഓർത്താൽ മതി. നാട്ട് നാട്ട് നാട്ട്, ആ പാട്ട് ഓർത്തു കഴിഞ്ഞാൽ എല്ലാം കിട്ടും. കണ്ണ് നട്ട് എല്ലാരും കാത്തിരിക്കുമായിരുന്നു ഓസ്കാർ അവാർഡ് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി കാന്തള്ളൂർ. ഇടുക്കി ജില്ലയിലാണ് കാന്തള്ളൂർ. കേരളത്തിന്റെ ആപ്പിൾ ഗ്രാമം എന്നറിയപ്പെടുന്നത് കാന്തള്ളൂരാണ്. കേരളത്തിന്റെ ആപ്പിൾ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ കാന്തള്ളൂർ. എങ്ങനെ ഓർക്കാം? കാന്താ ഞാനും വരാം ഇടുക്കിയില് ആപ്പിള് തിന്നാൻ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കാന്താ ഞാനും വരാം എവിടെയാണ്? ഇടുക്കിയിലാണ്. തൃശ്ശൂർ പൂരം കാണാനല്ല, ഇടുക്കിയില് ആപ്പിള് തിന്നാനാണ് ഞാൻ വരാന്ന് പറഞ്ഞത്. അങ്ങനെ ഓർത്താൽ മതി. കാന്തള്ളൂർ, ഇടുക്കി ജില്ല, കേരളത്തിന്റെ ആപ്പിൾ ഗ്രാമം. അടുത്തത് കുമ്പളങ്ങി, എറണാകുളം ജില്ല. 2 വിശേഷണമുണ്ട്. കേരളത്തിന്റെ ടൂറിസ്റ്റ് ഗ്രാമം എന്നറിയപ്പെടുന്നതും മാതൃക മത്സ്യബന്ധന ഗ്രാമം എന്നറിയപ്പെടുന്നതും കുമ്പളങ്ങിയാണ്. കുമ്പളങ്ങി നൈറ്റ്സ് സിനിമ കണ്ടിട്ടില്ലേ? അതിനകത്ത് ടൂറിസ്റ്റുകളെ വെൽക്കം ചെയ്യുന്ന ഒരു കുട്ടിയാണ് ആരെന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ നായിക ബേബി മോള്. ഇപ്പൊ ബേബി മോള് ടൂറിസ്റ്റ് ഗൈഡായിട്ടാണ് അതിനകത്ത് ആക്ട് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് നായകൻ മീൻ പിടിക്കുന്ന ഒരു ഫിഷർമാൻ ആണ്. ആരാണ്? നമ്മുടെ ബേബിയുടെയും ബോബിയുടെയും കാര്യം ഓർത്താൽ മതി.
മത്സ്യം പിടിക്കുന്ന ആളാണ്, ഒരാൾ ടൂറിസ്റ്റ് ഗൈഡാണ്. എവിടുത്തെ കാര്യമാണ്? കുമ്പളങ്ങി നൈറ്റ്സിലെ കാര്യമല്ലേ? കുമ്പളങ്ങി, എറണാകുളം ജില്ല. ഇത്രയും കിട്ടിയില്ലേ? 7 ഗ്രാമങ്ങളും അതിന്റെ വിശേഷണങ്ങളും കിട്ടി. അടുത്തടുത്ത് നോക്കാം. ബാലുശ്ശേരി, കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയാണ് കേരളത്തിന്റെ ഖാദി ഗ്രാമം എന്നറിയപ്പെടുന്നത്. കേരളത്തിന്റെ ഖാദി ഗ്രാമം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി. ബാലു ഇല്ലേ, ഒരു കോഴിയായിരുന്നേ. എന്നും ഖാദി വസ്ത്രവും ധരിച്ചുകൊണ്ട് വായി നോക്കാൻ വേണ്ടി ഇറങ്ങുമെന്ന് ഓർത്താൽ മതി. ബാലു ഒരു കോഴിയായിരുന്നു, എന്നും ഖാദി വസ്ത്രവും ധരിച്ചുകൊണ്ടാണ്, നല്ല തേച്ച് മിനിക്കിയ ഖാദി വസ്ത്രവും ധരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വായി നോക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വായ്നോട്ടം തന്നെയാണ് മെയിനായിട്ടുള്ള പണി. ഇന്ത്യയിലെ ആദ്യ ഗ്ലോബൽ കലാഗ്രാമമാണ് കാക്കണ്ണൻപാറ. കാക്കണ്ണൻപാറ കണ്ണൂർ ജില്ലയിലെ കാക്കണ്ണൻപാറ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലോബൽ കലാഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു കോഡ് ഓർത്താൽ മതിയെ. നമ്മുടെ കാക്കമ്മ പാട്ടില്ലേ, ക്രൂരൻ കാക്കേ കൂടെ ആ പാട്ടില്ലേ, അപ്പൊ അതിനകത്ത് അദ്ദേഹം ഇല്ലേ, സുധീർ പറവൂർ എന്ന് പറഞ്ഞ കലാകാരൻ. അപ്പൊ അദ്ദേഹം കലാകാരനാണെന്ന് നമ്മളൊന്ന് നോട്ട് ചെയ്ത് തുടങ്ങിയത്. അദ്ദേഹം അല്ലാതെ കുറെ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ഒന്ന് ഫേമസ് ആയത് ആ കാക്കമ്മ പാട്ടിലൂടെ അല്ലേ. അപ്പൊ അദ്ദേഹം കലാകാരനാണെന്ന് ആൾക്കാരെ ഒന്ന് അംഗീകരിച്ചത്. അങ്ങനെ ഒന്ന് കോടിട്ട് ഓർത്താൽ മതിയെ. അദ്ദേഹം അല്ലെങ്കിലും നല്ല മികച്ചൊരു കലാകാരൻ തന്നെയാണ്, പക്ഷെ പ്രശസ്തനായത് ഈ ഒരു പാട്ടിലൂടെയാണ്. അപ്പൊ കാക്കമ്മ, കലാകാരൻ, കലാഗ്രാമം എന്ന് ഓർത്താൽ മതി. കാക്കണ്ണൻപാറ കണ്ണൂർ ഗ്ലോബൽ കലാഗ്രാമം. അടുത്തത് കുളിമാട്, കോഴിക്കോട് ജില്ലയിലെ കുളിമാട് പുകയില വിമുക്ത ഗ്രാമമാണ്. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമമാണ് കൂളിമാട്. കൂളിമാട് കോഴിക്കോട് ജില്ലയിലാണ്. ഇതെങ്ങനെ ഓർക്കാം? പുകയില വിമുക്ത. തീവണ്ടി എന്ന് പറയുന്ന സിനിമയില് ടോവിനോ കുളിക്കാൻ പോകുമ്പോൾ പോലും അദ്ദേഹത്തിന് പുക വലിക്കണം, പുകയില വേണം. അപ്പൊ കുളിക്കാൻ പോകുമ്പോ പോലും പുകയില വേണം. അപ്പൊ അദ്ദേഹം കുളിക്കാൻ പോകുമ്പോൾ പോലും പുകയില വലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം പുകയില വിമുക്ത എന്ന് വെച്ചാൽ എന്താണ്, അയാൾ പുക വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വിമുക്തയുമായിട്ട് അത് കണക്ട് ചെയ്തേക്കാം. കൂളിമാട് കോഴിക്കോട് ജില്ലയിലാണ്, എന്താണ്, പുകയില വിമുക്ത ഗ്രാമമാണ്. അടുത്തത് പനമരം, വയനാട് ജില്ലയിലെ പനമരം കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം. പുകരഹിത ഗ്രാമം. ഇതിങ്ങനെ ഓർത്താൽ മതി. മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്തരീക്ഷത്തിലെ എന്താണ് പൊടിപടലങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അങ്ങ് വലിച്ചെടുത്തോളും. അപ്പോൾ പുകരഹിതമാക്കാൻ, അന്തരീക്ഷത്തെ പുകരഹിതമാക്കാൻ വേണ്ടിയിട്ട് മരങ്ങൾ സഹായിക്കും എന്നോർത്താൽ മതി. അപ്പൊ പനമരം, വയനാട് ജില്ല പനമരം, പുകരഹിത ഗ്രാമമാണ് പനമരം. അടുത്തത് തുരുത്തിക്കര, എറണാകുളം ഹരിത ഗ്രാമമാണ്. തുരുത്തിക്കര എറണാകുളം ഹരിത ഗ്രാമം. എങ്ങനെ ഓർക്കാം? ഹരി ഇറങ്ങി തുരത്തടാ, അങ്ങനെ ഓർത്താൽ മതിയെ. ഹരി ഇറങ്ങി എറണാകുളം തുരത്തട, ഹരി ഇറങ്ങി തുരത്തട എന്ന് ഓർത്താ തുരുത്തിക്കര എറണാകുളം ജില്ല, പിന്നെ ഹരിത ഗ്രാമമാണെന്നും കിട്ടും. ഹരി ഇറങ്ങി തുരത്തട. ഓക്കെ. അടുത്തത് മുതലമട, പാലക്കാട് ജില്ലയിലാണ് മുതലമട. മാമ്പഴ ഗ്രാമം, കേരളത്തിന്റെ മാമ്പഴ ഗ്രാമം എന്നറിയപ്പെടുന്നത് മുതലമടയാണ്. കേരളത്തിന്റെ മാമ്പഴ ഗ്രാമം എന്നറിയപ്പെടുന്നത് മുതലമടയാണ്. പണ്ടൊരു കഥയില്ലേ, കുരങ്ങന്റെയും മുതലയുടെയും. കുരങ്ങന്റെ ഹൃദയം മുതലയുടെ ഭാര്യ ആഗ്രഹിച്ചൊരു കഥ. അപ്പോൾ കുരങ്ങൻ അത്തിപ്പഴ മരത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് അത്തിപ്പഴം ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്താണ്, മുതല ആ അത്തിപ്പഴം തന്റെ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്കും. ഭാര്യ പറയും, അത്തിപ്പഴത്തിന് ഇത്ര സ്വാദാണെങ്കിൽ അത് തരുന്ന കുരങ്ങന്റെ ഹൃദയത്തിന് എന്ത് സ്വാദായിരിക്കും എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അപ്പോൾ കുരങ്ങൻ ഇട്ട് കൊടുക്കുന്നത് അത്തിപ്പഴത്തിന് വരെ നമുക്ക് മാമ്പഴത്തിലേക്ക് കണക്ട് ചെയ്താലോ. അപ്പോൾ മാമ്പഴത്തിലേക്ക് കണക്ട് ചെയ്താൽ മുതലയും മാമ്പഴവും അവിടുന്ന് കിട്ടും. മുതലയും മാമ്പഴവും. അപ്പോൾ മുതലമട പാലക്കാട് മാമ്പഴ ഗ്രാമമാണ്. അടുത്തത് പെരുങ്കുളം, കൊല്ലം ജില്ല പുസ്തക ഗ്രാമം. കേരളത്തിന്റെ ആദ്യ പുസ്തക ഗ്രാമം എന്നറിയപ്പെടുന്നത് പെരുങ്കുളം, കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. പുസ്തകം പെരിയ കുളത്തിൽ വീണു. ആ വലിയ കുളം, പെരിയ കുളം എന്ന് വെച്ചാൽ വലിയ കുളം. അപ്പൊ പുസ്തകം ആ പെരിയ കുളത്തില് വീണു എന്ന് ഓർത്താൽ മതി. കുളത്തിന്റെ കരയെന്ന് പഠിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? കൈ തട്ടി പുസ്തകം അങ്ങ് കുളത്തിൽ വീണതാ. അപ്പൊ പുസ്തകം എവിടെ വീണു? പെരിയ കുളത്തിൽ വീണു. അപ്പൊ പെരുങ്കുളം പുസ്തക ഗ്രാമം. ഓക്കെ. കേരളത്തിൽ 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യത്തെ ഗ്രാമം കൊല്ലം ജില്ലയിലെ മേലില ഗ്രാമമാണ്. കൊല്ലം ജില്ലയിലെ മേലില ഗ്രാമം 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. എങ്ങനെ ഓർക്കാം? എന്റെ ആധാരത്തിൽ അങ്ങാണം മേല് തൊട്ട കൊന്നു കളയുമെന്ന് ഓർത്താൽ മതി.
എന്റെ ആധാരത്തിലെങ്ങാണം മേലില് തൊട്ട് കഴിഞ്ഞാൽ കൊന്നുകളയും. അപ്പൊ ആധാർ കിട്ടി, മേലില് കിട്ടി, കൊന്നുകളയും, കൊല്ലം, അത്രേ ഉള്ളൂ. ആധാരത്തിലെങ്ങാണം മേലില് തൊട്ടാ കൊന്നുകളയും. ഓക്കെ. അടുത്തത് നെടുമുടി. ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയാണ് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമമാണ് നെടുമുടി. നെടുമുടി വേണുചേട്ടൻ സാക്ഷരതയിൽ മുന്നിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ പറ്റി ഓർക്കുമ്പോഴത്തേക്ക് നമ്മൾ നല്ലൊരു സ്ഥാനമാണ് മലയാള സിനിമയിൽ കൊടുത്തു വെച്ചേക്കുന്നത്. അപ്പൊ അദ്ദേഹം മുന്നിൽ, പക്ഷെ നമ്മൾ ഇവിടെ ഓർക്കേണ്ടത് അദ്ദേഹം പഠിപ്പിലും മുന്നിലായിരുന്നു. പഠിപ്പിലും ആര് മുന്നിലായിരുന്നു? നെടുമുടി വേണുചേട്ടൻ മുന്നിലായിരുന്നു എന്ന് ഓർത്താൽ മതി. അപ്പൊ ഈ സാക്ഷരതയിൽ പിന്നിൽ നിൽക്കുന്ന ഗ്രാമം ഏതാണ്? പടവയലാണ്. പാലക്കാട് ജില്ലയിലെ പടവയൽ. പഠിച്ചില്ലെങ്കിൽ നല്ല പെട കിട്ടുമെന്ന് ഓർത്താൽ മതി. പടവയൽ അല്ലേ? പഠിച്ചില്ലെങ്കിൽ, അപ്പൊ സാക്ഷരതയാണ്, പഠിച്ചില്ലെങ്കിൽ നല്ല പെട കിട്ടുമെന്ന് ഓർത്താൽ മതി. അപ്പൊ പടവയൽ പാലക്കാട് സാക്ഷരതയിൽ പിന്നിൽ നിൽക്കുന്ന ഗ്രാമമാണ്. കുന്നന്താനം പത്തനംതിട്ട ജില്ല, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യോഗാ ഗ്രാമം. ആദ്യത്തെ യോഗാ ഗ്രാമമാണ് ഏതെന്ന് പറയുന്നത്? കുന്നന്താനം, പത്തനംതിട്ട ജില്ല. കുന്നിന്റെ മോളിൽ പോയി യോഗ ചെയ്തെന്ന് ഓർത്താൽ മതി, വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ല. കുന്നിന്റെ മോളിൽ പോയി താഴെയൊക്കെ ഭയങ്കര ബഹളം ആയതുകൊണ്ട് ഒരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി കുന്നിന്റെ മുകളിൽ പോയിട്ടാണ് യോഗ ചെയ്തത്. കുന്നിന്റെ മോളിൽ പോയി യോഗ ചെയ്തു എന്ന് ഓർത്താൽ മതി. യോഗാ ഗ്രാമം പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനമാണ്. ചെറുകുളത്തൂർ കോഴിക്കോട് ജില്ല, നേത്രദാനം അല്ലെങ്കിൽ അവയവദാന ഗ്രാമം. നേത്രദാനം അല്ലെങ്കിൽ അവയവദാനം എന്ന് ചോദിച്ചാൽ ചെറുകുളത്തൂർ തന്നെയാണ്, കോഴിക്കോട് ജില്ല. ഇതെങ്ങനെ ഓർത്താൽ മതി? നമ്മുടെ കണ്ണില്ലേ, ചെറിയൊരു കുളം പോലെ ഇല്ലേ, ചെറിയൊരു കുളത്തിനകത്ത് ഇങ്ങനെ ഒരു കറുത്തൊരു സാധനം കിടക്കുന്നു, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ചെറുകുളം, ചെറുകുളത്തൂർ. അപ്പൊ നേത്രദാനം, അവയവദാനം എന്നൊക്കെ കണക്ട് ചെയ്ത് വെച്ചേക്കാം. കുറ്റ്യാടി, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി കേരളത്തിലെ ആദ്യ കോള വിമുക്ത ഗ്രാമമാണ്. ആദ്യത്തെ കോള വിമുക്ത ഗ്രാമമാണ് കുറ്റ്യാടി. ഇതെങ്ങനെ ഓർക്കാം? കുട്ടാ കോള കുടിച്ചാ നല്ല അടി കിട്ടും എന്ന് ഓർത്താൽ മതി. കുട്ടാ കോള കുടിച്ചാൽ നല്ല അടി കിട്ടും. അപ്പൊ കുട്ടന് അടി, കുറ്റ്യാടി. കുട്ടനടി, കുറ്റ്യാടി, കോള വിമുക്ത ഗ്രാമം. പോത്താനിക്കാട് എറണാകുളം ജില്ല സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ ഗ്രാമം. നെടുമുടി സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമവും പിന്നെ പോത്താനിക്കാട് എറണാകുളം ജില്ല സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ ഗ്രാമം. എങ്ങനെ ഓർത്താൽ മതി? കണ്ടാൽ ഒരു പോത്താണെങ്കിലും അവൻ നന്നായിട്ട് പഠിക്കും. കണ്ടു കഴിഞ്ഞ ഒരു പോത്തിന്റെ സ്വഭാവമാണ്, പക്ഷെ അവൻ നന്നായിട്ട് പഠിക്കും. അപ്പോൾ സമ്പൂർണ്ണ സാക്ഷരത, മിടുക്കനാണ്, ക്ലാസ്സിൽ മിടുക്കനാണ്. സമ്പൂർണ്ണ സാക്ഷരത, ഫുൾ മാർക്കാണ് എല്ലാത്തിനും. അപ്പൊ സമ്പൂർണ്ണമാണ് അവൻ. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ ഗ്രാമം ഏതാണ്? പോത്താനിക്കാട്. പക്ഷെ അവന്റെ സ്വഭാവം ഒരു പോത്തിന്റെ സ്വഭാവമാണ്, ആരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യത്തൊന്നുമില്ല, അവന് പുസ്തകപ്പുഴുവാണ്. ഓക്കെ. വരവൂർ തൃശൂർ ജില്ല കേരളത്തിന്റെ വ്യവഹാര വിമുക്ത ഗ്രാമം. ആദ്യത്തെ വ്യവഹാര വിമുക്ത ഗ്രാമമാണ് വരവൂർ തൃശൂർ ജില്ല. ഇതിന് പ്രത്യേകിച്ച് കോഡിന്റെ ആവശ്യമൊന്നുമില്ല. വരവൂർ, വാര, എല്ലാം ഇവിടെ തന്നെയുണ്ട്. വാര, വര, വരവൂർ, വരവൂർ, വരവൂർ തൃശൂർ, അതും അങ്ങനെ കണക്ട് ചെയ്തൂടെ? തൃശൂർ, വരവൂർ, പ്രാസം ഒരുമിച്ചല്ലേ? ഓക്കെ, അടുത്ത നോക്കാം. അടുത്തത് ഹരിപ്പാട്. ഹരിപ്പാട് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ ഇക്കോ കയർ ഗ്രാമമാണ് ഹരിപ്പാട്. എങ്ങനെ ഓർക്കാം? ഹരിയില്ലേ, കയർ മേഖലയിലെ ഒരു തൊഴിലാളിയായിരുന്നേ. പക്ഷെ ഹരിക്ക് ഭയങ്കര പാടാണത്. അതുകൊണ്ട് ഹരി പുതിയൊരു ടെക്നോളജി കണ്ടുപിടിച്ചേ, ഇക്കോ കയർ. ഇക്കോ കയർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഹരി പാടായതുകൊണ്ട് കണ്ടുപിടിച്ച ടെക്നോളജിയാണ്. അപ്പൊ ഹരിപ്പാട് ആലപ്പുഴ ജില്ല കേരളത്തിലെ ആദ്യത്തെ ഇക്കോ കയർ ഗ്രാമം. അടുത്തത് അയിരൂർ തിരുവനന്തപുരം ജില്ല. ആയുർവേദ മേഖലയിലെ വികസനത്തിന് വേണ്ടിയിട്ട് ഗ്ലോബൽ ആയുർവേദ വില്ലേജ് പദ്ധതി നടപ്പിലാക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അയിരൂരാണ്. കിൻഫ്ര മുഖേനയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ ഗ്ലോബൽ ആയുർവേദ വില്ലേജ് തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അയിന് അങ്ങനെ പറഞ്ഞാൽ മതി. അയിന് നമ്മൾ എന്ത് ചെയ്യണം? അയിന്. അപ്പം അയിരൂർ അല്ലെങ്കിൽ അറിഞ്ഞോ അങ്ങനെയാണ്. അയിന്, അതിന് നമ്മൾ തിരുവനന്തപുരം ഭാഷയിൽ പറയുന്നതാണ് അയിന്, അങ്ങനെ കൊടുത്താൽ മതി. മുല്ലക്കര തൃശൂർ കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷരത ഗ്രാമം. ഇങ്ങനെ ഓർത്താൽ മതി. മുല്ലപ്പൂ ഇല്ലേ, ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഉണ്ട്. മുല്ലപ്പൂ ആരോഗ്യത്തിന് നല്ലതാണ്, പഠിച്ചിട്ടുണ്ട് എന്നവിടെ എന്ത് കിട്ടും? സാക്ഷരതയാണെന്ന് കിട്ടും. ആരോഗ്യ സാക്ഷരത മുല്ലക്കര തൃശൂർ ജില്ലയാണ്. മുല്ലപ്പൂ ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് അവിടെ ഓർത്ത് വെക്കുക. കാരണം സാക്ഷരതയിൽ അത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തത് മാട്ടുപ്പെട്ടി.
ഇടുക്കി ജില്ല കന്നുകാലി ഗ്രാമം. കേരളത്തിലെ ആദ്യത്തെ കന്നുകാലി ഗ്രാമമാണ് മാട്ടുപ്പെട്ടി. മാട്ടുപ്പെട്ടി മച്ചാൻ സിനിമ കണ്ടിട്ടില്ലേ? അതില് മുകേഷ് ഒക്കെ ഒരു ചന്തയിലെ ചുമട്ട് തൊഴിലാളിയായിരുന്നു. അപ്പൊ അതൊരു കന്നുകാലി ചന്തയാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ മാട്ടുപ്പെട്ടി കന്നുകാലി അങ്ങനെ കണക്ട് ചെയ്യാം. മാട്ടുപ്പെട്ടി പിന്നെ ഇടുക്കി ജില്ല. ആ സിനിമയിൽ ഭയങ്കര ഇടിയൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ വേണമെങ്കിലും ഇടിയായിട്ട് കണക്ട് ചെയ്യാം. മാട്ടുപ്പെട്ടി മച്ചാൻ ഇടിയുള്ള സിനിമയാണ്. കന്നുകാലി ചന്തയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് എന്ന് ഓർത്താൽ മതി. കന്നുകാലി ഗ്രാമം കിട്ടും. കാപ്പിക്കലം വയനാട്, കുട്ടിയം വയൽ വയനാട്. കേരളത്തിലെ റെഡ് ക്രോസ് വില്ലേജ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വില്ലേജുകളാണ് കാപ്പിക്കലവും കുട്ടിയം വയലും. ഇങ്ങനെ ഓർത്താൽ മതി. കുട്ടന്റെ വയലില് കാപ്പി നട്ടിട്ടുണ്ട്, അത് ക്രോസ് ചെയ്യല്ലേ, അങ്ങനെ ഓർത്താൽ മതി. കുട്ടന്റെ വയലില് കുട്ടന്റെ വയലിൽ എന്തോ നട്ടിട്ടുണ്ട്? കാപ്പി നട്ടിട്ടുണ്ട്, അത് ക്രോസ് ചെയ്യല്ലേ. ക്രോസ് ചെയ്ത് അവന്റെ നടി കിട്ടും. ഇത് ക്രോസ്, റെഡ് ക്രോസ് ആണെന്ന് കിട്ടും. ക്രോസ് ചെയ്യല്ലേ. അത് തയ്യൂർ, തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമമാണ്. പഞ്ചായത്തല്ല, ഗ്രാമമാണ്. എല്ലാം ഗ്രാമങ്ങളല്ലേ പറയുന്നത്. അപ്പൊ കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തയ്യൂർ, തൃശൂർ. അങ്ങനെ ഓർക്കാം. പണ്ട് കാലത്തൊക്കെ പെൺപിള്ളാരെ തയ്യൽ പഠിപ്പിക്കാൻ വേണ്ടുമായിരുന്നു. ഇപ്പൊ തയ്യൽ മാറിയിട്ട് കമ്പ്യൂട്ടറിലേക്ക് വന്നിട്ടുണ്ട്. തയ്യൽ മാറിയിട്ട് പിന്നെ ടൈപ്പായി, പിന്നെ കമ്പ്യൂട്ടറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ തയ്യലും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല ജോലി വല്ലതും കിട്ടും. അങ്ങനെ ഓർത്താൽ മതി. തയ്യല് മാറിയപ്പോൾ എന്തോ വന്നു? കമ്പ്യൂട്ടർ വന്നു. അപ്പൊ തയ്യൂർ, തൃശൂർ ജില്ല കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം. ഉടുമ്പന്നൂർ, ഇടുക്കി ജൈവ ഗ്രാമം. ഇതെങ്ങനെ ഓർക്കാം? ഉടുമ്പിനെ കണ്ടിട്ടില്ലേ? ഉടുമ്പ് ഒരു ജീവിയാണെന്ന് ഓർത്താൽ മതി. ഉടുമ്പ് ഒരു ജീവിയാണ്. അപ്പോൾ ജൈവ ഗ്രാമത്തിലേക്ക് ഉടുമ്പിനെ കിട്ടും. ഉടുമ്പന്നൂർ ജൈവ ഗ്രാമം. മുഹമ്മ, ആലപ്പുഴ സിന്തറ്റിക് സാനിറ്ററി നാപ്കിൻ വിമുക്ത ഗ്രാമമാണ്. കേരളത്തിലെ ആദ്യത്തെ സിന്തറ്റിക് സാനിറ്ററി നാപ്കിൻ വിമുക്ത ഗ്രാമമാണ് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ. എങ്ങനെ ഓർക്കാം? മുഹമ്മദ് സിന്ദാബാദ് എന്ന് ഓർത്താൽ മതി. മുഹമ്മദ് സിന്ദാബാദ്. അപ്പൊ സിന്തറ്റിക് എന്നവിടെ കിട്ടും, മുഹമ്മയാണെന്ന് കിട്ടും. മുഹമ്മദ് സിന്ദാബാദ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ആദ്യ ഗ്രാമങ്ങളും നേട്ടങ്ങളും. അപ്പൊ ഇത്രയേ ഉള്ളൂ ക്ലാസ്. മനസ്സിലായി എന്ന് വിചാരിക്കുവാണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലത്തെ അടിപൊളി ക്ലാസ്സുകളൊക്കെ കേൾക്കാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് നോക്കിയാൽ മതി, ലിങ്ക് ഉണ്ടായിരിക്കും. പിന്നെ ലൈക്ക് ചെയ്തിട്ടുകൂടി പോവാം. വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.